അടുത്ത ആഴ്ചയിലെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പ്രോമോ നമുക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ പൂജയ്ക്ക് ദേവയാനി ക്ഷണിച്ചത് കൊണ്ട് തന്നെ കനകവും ഗോവിന്ദനും കൂടിയിട്ട് പൂജയ്ക്ക് വരുന്നുണ്ട്. അപ്പോഴേക്കും ഗോവിന്ദൻ പറയാണ് നമുക്ക് പോകണമെന്ന് ചോദിക്കുമ്പോൾ പിന്നെ എൻ്റെ മക്കളെയൊക്കെ എനിക്ക് കാണണ്ടേന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. വന്ന പാടെ നയനയെ കണ്ട് കെട്ടിപ്പിടിച്ച് അവളെ ഒരുപാട് സ്നേഹം കൊണ്ട് പൊതിയുന്നുണ്ട് കനകവും ഗോവിന്ദനും കൂടിയിട്ട്. ഇതേ സമയത്ത് തന്നെ മുത്തശ്ശൻ ഇതെല്ലാം മുകളിൽ നിന്ന് നോക്കി കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ താഴെ വന്നിട്ട് എല്ലാവർക്കും മുത്തശ്ശൻ ഓരോ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതെല്ലാം തന്നെ എല്ലാവരും സ്വീകരിക്കുന്നുണ്ട്. അപ്പൊ ദേവയാനിയുടെ മുഖഭാവമൊക്കെ മുത്തശ്ശൻ കാണുന്നുണ്ട് മാറുന്നതൊക്കെ. എങ്കിലും അവരെ സ്വീകരിക്കാനായിട്ട് ദേവയാനിയും ജലജയും കൂടെ പറഞ്ഞു വിടുന്നുണ്ട്. അങ്ങനെ അവർ കയറുന്നുണ്ട് കേട്ടോ. അങ്ങനെ മുത്തശ്ശൻ എല്ലാവരും കൂടെ ഉപദേശിക്കുന്നൊക്കെ ഉണ്ട്. ഇത് ഒരു മഹത്തായ പൂജയാണ് ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ കുടുംബത്തിന്റെ ഐശ്വര്യത്തിനും സമൃദ്ധിക്കും വേണ്ടിയിട്ടാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ അനിയുടെ അതായത് അനാമികനെയും കുടുംബക്കാരെയും കൂടി ക്ഷണിക്കുന്നുണ്ട്. നന്ദുവിന്റെ അടുത്ത് നിന്നിട്ട് അനിയും മിണ്ടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും നന്ദു ഒഴിഞ്ഞു മാറി പോവാണ്. അപ്പൊ നന്ദു അനാമികനെ മൈൻഡ് ചെയ്യാതെ അനി പോയിട്ട് നന്ദുവിനെ മിണ്ടെന്ന് പറഞ്ഞിട്ട് അനാമിക ഒരുപാട് ദേഷ്യപ്പെടുന്നൊക്കെ ഉണ്ട് കേട്ടോ. അനാമികയുടെ അമ്മയും അച്ഛനൊക്കെ ഈ ഒരു ചടങ്ങിൽ വന്നിട്ടുണ്ട്. അങ്ങനെ നന്ദുവിന് ആകെപ്പാടെ വിഷമിച്ച് നന്ദു നിൽക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അനാമിക വരുന്നത് നന്ദുവിന് അനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അനി പോയിട്ട് പറയുന്നുണ്ട് നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കുമ്പം നിന്റെ അമ്മയാണ് ഞങ്ങളെയൊക്കെ വിളിച്ചത് എന്ന് പറയുന്നുണ്ട്. എന്താ ഞാൻ വന്ന് ഇഷ്ടായാലും ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് അനി തടുതപ്പാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അനിക്കാണെങ്കിൽ ആകെപ്പാടെ വല്ലാത്തൊരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. അങ്ങനെ ഇതിന്റെ കംപ്ലീറ്റ് സ്റ്റോറി രാവിലെ ഇടുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ അനിയും അല്ലെങ്കിൽ ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട്. ഫംഗ്ഷനിൽ വെച്ചിട്ട് അനിയും അനാമികയും ഡാൻസ് കളിക്കും. അതുപോലെ നയനയും ആദർശും ഡാൻസ് കളിക്കും. അങ്ങനെ കപ്പിൾസ് ആയിട്ടൊക്കെ ഡാൻസ് കളിക്കുകയാണ്. ഇത് കണ്ട് നന്ദു ആകെപ്പാടെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. എല്ലാവരും പേരായിട്ട് ഡാൻസ് കളിക്കും കേട്ടോ. മുത്തശ്ശിയും സഹിതം ഡാൻസ് കളിക്കും. അങ്ങനെ സ്റ്റേജിൽ കിടന്ന് ലാസ്റ്റ് എല്ലാവരും ഭയങ്കരമായിട്ട് ഡാൻസ് കളിച്ച് ഇങ്ങനെ തുള്ളിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. തുള്ളിക്കൊണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് നവിയാണെങ്കിൽ താൻ ഗർഭിണിയാണെന്ന് പറഞ്ഞ് കള്ളത്തരം പോലും മറന്നിട്ട് ഭയങ്കര ഡപ്പാങ്കുത്തൊക്കെ സ്റ്റൈൽ ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് അവളുടെ വയറിൽ അവളെ കെട്ടിവെച്ചിരുന്ന ആ ഒരു പാടഴിഞ്ഞ് ആ സ്റ്റേജിൽ വീഴാണ്. പക്ഷെ ഇതാരും കാണുന്നില്ല. നയന്റെ കണ്ണിൽ തന്നെ പെടുന്നുണ്ട് കേട്ടോ. അപ്പൊ നയനെ ഷോക്കായിട്ട് ആ ഒരു പാടിങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയുമാണ് അടുത്ത ആഴ്ച സംഭവിക്കാൻ പോകുന്ന സ്റ്റോറി. അപ്പൊ ഇതിന്റെ കംപ്ലീറ്റ് സ്റ്റോറി നമ്മുടെ ചാനൽ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മിസ് ആവാതിരിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.